ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു പൗളോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നീ നല്ല അടിപൊളി കാണിച്ചാണ് ഇന്ന് സാധനം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സെറ്റായി. ഇപ്പോൾ ഉച്ചയാറായി, 12 മണി കഴിഞ്ഞു. എങ്ങോട്ടേക്കാ സിന്ധുമ്മ കുറിയൊക്കെ തൊട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട് കേട്ടോ. കല്യാണം മിനിങ്ങാന്നായിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് ഇതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റ് ചേട്ടായി അവരൊക്കെ ഒരുമിച്ച് താമസിച്ചാണ് കേട്ടോ. നമ്മുടെ ബീന ചേച്ചി, സുരേന്ദ്രൻ ചേട്ടൻ എന്ന് പറയും. മോൻ്റെ പേര് സന്ദീപ് എന്നാണ്. അവൻ കല്യാണം കഴിച്ചു മിനിങ്ങാന്ന്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു ഫങ്ഷനാണ് കേട്ടോ. എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി നടത്താൻ പറ്റത്തില്ലാഞ്ഞുകൊണ്ടായിരിക്കാം. ചങ്ങനാശ്ശേരി വെച്ചായിരുന്നു കല്യാണം. ചങ്ങനാശ്ശേരിക്കാരിയാണ് മോള്. പിന്നെ വിശേഷം? അപ്പം ഇവിടെ ഉള്ളവരെ എല്ലാവരെയും കൂടെ ഫംഗ്ഷന് വിളിച്ചേക്കുമെന്ന് തോന്നുന്നേ. അപ്പം വിളിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാനില്ലായിരുന്നു, അമ്മും വിഷ്ണു ഒക്കെ ഉള്ളപ്പോഴാണ് ചേട്ടൻ വന്ന് വിളിച്ചിട്ട് പോയത്. സുരേന്ദ്രൻ ചേട്ടൻ പ്രത്യേകം പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞു. ചേട്ടായി ഇന്ന് കടയിൽ കണ്ണനില്ല, തിരക്കാണ്, സജിയില്ല, ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പം നീ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പോയിട്ടൊക്കെ വരാം എന്നാ പറഞ്ഞേ. ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോയി കല്യാണത്തിൻ്റെ പെണ്ണിനെയും ചെറുക്കനെയൊക്കെ കണ്ട് സന്തോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പേസ്റ്റേറ്റുകാരും എല്ലാവരും ഒന്ന് കാണാൻ പറ്റും. നമ്മുടെ പഴയ വീടിൻ്റെ അവിടുത്തെ എല്ലാവരും ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സന്തോഷിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി കേട്ടോ. ഭയങ്കര വെള്ളം ഇവിടെ ഇന്ദിരാമേനെ കിട്ടിയിട്ടുണ്ടേ. ഭയങ്കര വെള്ളം. അയ്യോ, പക്ഷെ പുല്ലെല്ലാം മൂടിയിട്ടില്ല. ഇനിയും ഒരാഴ്ച കഴിക്കണം പുല്ലെല്ലാം മൂടുന്നില്ല. നല്ല വെള്ളം ഇന്ദിരാമേ. എങ്ങോട്ടാ ഈ പട്ട് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് കല്യാണം? ഞാൻ സാരി കൊടുക്കാൻ തുടങ്ങിയിട്ടേ. ഈ പെരുമഴയത്ത് സാരി കൊടുത്തത് അതുകൊണ്ട് മഴയില്ല, നീ കൊടുക്കാഞ്ഞോണ്ടാ. അത് സത്യം. ഞാൻ കൊടുക്കാഞ്ഞോണ്ടാ. ഞാൻ കൊടുക്കാം. അതെ, അതിനകത്ത് അപ്പൊ ഞാൻ കൊടുക്കാഞ്ഞോണ്ട്. ഫോട്ടോയോ? എനിക്ക് വയ്യ. നല്ല രസമായിരിക്കും വെള്ളത്തിൽ. കുറെ ദിവസമായി കണ്ടിട്ട് പാട്ടും കൂത്തും ഒക്കെ കേട്ടിട്ടല്ലേ. ഇന്ദിരാമ സ്റ്റാറാ. ഇന്ദിരാമനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട് അല്ലേ പാട്ടൊക്കെ. അപ്പൊ നീ ഇവിടെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇതേ കണ്ടോ, ഞങ്ങളെല്ലാം വെള്ളം ഒഴുകി പോവാ. പെരിയാറ് നോക്കി, മുല്ലപ്പെരിയാറ് പൊട്ടല്ലേ, പ്രാർത്ഥിച്ചോളാമല്ലോ. അതെ അതെ. അപ്പൊ എനിക്കേ മഴയത്ത് ഓരോയിടത്ത് പോകുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല. പക്ഷെ ഇത് പോകാതിരിക്കാൻ പറ്റുമോ? അത് അമ്പിളിയുടേന് വന്ന് തലേദിവസം തുടങ്ങി രണ്ടുപേരും സുരേന്ദ്രചേട്ടനും വിനോദിജിയും വന്ന് കിടന്ന് പാടുപെട്ട് ചെയ്ത് തന്നതാണ്. ഒരുമിച്ച് താമസിച്ചവരല്ലേ അവര്. അപ്പൊ അത് തന്നെയല്ല, നമുക്ക് മറക്കാൻ പറ്റത്തില്ല. വന്ന് കിടന്ന് ചെയ്ത് തന്നതാ അമ്പിളിയുടെ കല്യാണത്തിന് തലേദിവസം അവിടെ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. നമുക്കൊന്നും ചെയ്യാനില്ല, കഴിച്ചിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ പെണ്ണും ചെറുക്കനും. രണ്ടുപേരും ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഞങ്ങളെ ഒന്ന് വൈറലാക്കാനൊക്കെ ഞങ്ങളുടെ അച്ചുക്കുട്ടൻ പറയുന്നുണ്ട്, സന്ദീപ് കേട്ടോ. അവിടെ നിന്നിട്ട് ഇരുട്ടാണേ. പിന്നെ ഭയങ്കര പാട്ടിട്ടൊക്കെ ഭയങ്കര ആൾത്തിരക്കാണ് ഇപ്പുറത്തോട്ടൊക്കെ കേട്ടോ. അപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്തതൊക്കെ കാണിയില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാഞ്ഞത്. അടിപൊളി. ഇതാണ് ബീന ചേച്ചി കേട്ടോ നമ്മുടെ. അപ്പം ഇന്ന് ഇറങ്ങി വന്നു ഒഴിക്കേ ഒരു സാറിൻ്റെ വീടാണ് ഇത്. എൻ്റെ മുന്നേ എന്ത് രസമാണോ, ചെടി നിറച്ചോ, അതും പച്ചല ചെടികൾ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് എടുക്കാനായിട്ട് തോന്നി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. അവിടെ പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. രസമെന്ന് നോക്കിയേ. ഒത്തിരി ചെടിയൊന്നും വേണ്ട, ഇങ്ങനത്തെ ഒരു 2 ചെടിയും മുറ്റത്തുണ്ടെങ്കിൽ ആഹാ. ഇത് നമ്മുടെ വിശാഞ്ചേട്ടൻ്റെ ഒക്കെ വീടിൻ്റെയാണ് കേട്ടോ. അവിടുത്തെ അവരുടെ മുറ്റത്തും ഉണ്ട്. നല്ല രസമല്ലേ. ഞാൻ നടന്നു പോവാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഇന്ദിരാമ സിറ്റിയിലോട്ട് പോയി. കുറേ പേരുണ്ടായിരുന്നു കൂടെ, അവരൊക്കെ സിറ്റിയിലോട്ട് പോയി. ഞാനിങ്ങോട്ട് നടന്നു പോകാം. പാഷൻ ഫ്രൂട്ട് കിടക്കുന്നത് ഇതിവിടെ നമ്മുടെ ലേഖ ചേച്ചിയുടെയാണ്. ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് പിള്ളേരെ. ഇതുണ്ടോ? നല്ല രസമല്ലേ. നമ്മുടെ സുരച്ചേട്ടൻ്റെ വീട്, നമ്മുടെ പാട്ടൊക്കെ പാടുന്ന സുരച്ചേട്ടൻ്റെ വീട് നോക്കിയിട്ട് എത്ര രസമായി ചെടികളാണ്. നല്ല രസമില്ലേ കാണാൻ. ഇത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വെയിലേക്ക് കൂടെ പോകുന്നു കാണിയല്ലേ. പക്ഷെ ചില സമയത്ത് ഇപ്പം മുറ്റത്തോട്ട് നോക്കി എനിക്ക് എങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു വീടാണെങ്കിലും നിറച്ച് ചെടിയൊക്കെ പിടിപ്പിച്ച് നല്ല രസമില്ലേ കാണാനായിട്ട്. ഇങ്ങനെ ചെയ്യണം അല്ലേ. പാറ മൂടി വെള്ളം ഉണ്ടായിരുന്നത് കേട്ടോ. ചേച്ചി ഇവിടെ നമ്മുടെ ഇവിടെ തൊഴിലുറപ്പിനുള്ള ചേച്ചി പണിയുന്നു. ഇവിടെ തുണി ഇളക്കിയിടുന്നുണ്ടേ. ഇവിടെ വരെ ഉണ്ടായിരുന്നെന്ന് വെള്ളം. ചേച്ചിയുടെ കുഞ്ഞിപ്പോത്തും കൂട്ടനാണ് കേട്ടോ. അത് കുഞ്ഞു കിടാവിനെ കൊണ്ടുവന്നത്. എന്നിട്ട് ചേച്ചി വളർത്തി വലുതാക്കിയേക്കുന്നുണ്ടോ.
ഭയങ്കര ചെളിയായിരിക്കും. പിന്നെ എങ്ങനെ സ്കൂട്ടി കൊണ്ട് പോകാനാ? എന്നാ പറഞ്ഞാൽ രാമോൻ്റെ ഭാഗ്യം കേട്ടോ. പിന്നെ വീണാ ചേച്ചിയുടെ സുരതഞ്ഞൊക്കെ പറയാതിരിക്കാൻ പോലെ. ഇന്നലെയൊക്കെ ഈ സമയത്തൊക്കെ മഴയായിരുന്നറിയോ. ഇതൊരു 12 മണി തുടങ്ങി അവരുടെ പരിപാടി. 12 മണി തൊട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടോ. തെളിഞ്ഞു നിൽപ്പുണ്ട്. ഒരു 5 മണി വരെയൊക്കെ ആള് കാണുമല്ലോ. നല്ല ആളാ കേട്ടോ. അപ്പോൾ എന്തായാലും ഭാഗ്യമുണ്ട്. ഇതേ മഴ പെയ്തേ ഇല്ല കേട്ടോ. എൻ്റെ ദൈവമേ, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ കൂടിയിട്ട് വന്നു. സോറി, കല്യാണം എന്ന് പറയാൻ പറ്റത്തില്ല, ഫംഗ്ഷൻ, കല്യാണ ഫംഗ്ഷൻ കേട്ടോ. ഈ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നല്ല പരിപാടി. നല്ലൊരു സുന്ദരി കൊടുക്ക പെങ്കൊച്ച് കേട്ടോ. അച്ചുക്കുട്ടൻ എന്നായിരുന്നു അവനെ കുഞ്ഞില് എല്ലാവരും പുനരിച്ച് വിളിക്കുന്നത് കേട്ടോ. സന്ദീപ് എന്നാണ് മോൻ്റെ പേര്. ബീന സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഉപ്പാറ എല്ലാവരും അറിയപ്പെടും. പുള്ളിക്കാർത്തി എന്നാ പറയുന്ന മെമ്പറായിട്ടും പിന്നെ LICയുടെ ഭയങ്കര ഇതും സുരേന്ദ്രനാണ് പാർട്ടിയുടെ ഓരോ സ്ഥാനത്തും ഒക്കെ ഇരിക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാം. സ്കൂളിലാണെങ്കിലും PTA പ്രസിഡൻ്റൊക്കെ ആയിട്ടൊക്കെ ബീന ചേച്ചി ഇരുന്നിട്ടുണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ അവൻ നല്ല മിടുക്കൻ കുഞ്ഞായിരുന്നു. കുഞ്ഞിനെ പോലെ അവൻ പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു. ഇപ്പം കെട്ടിയിരിക്കുന്ന കൊച്ചു എഞ്ചിനീയറാണ്, അവനും എഞ്ചിനീയറാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കെട്ടിയേക്കുന്നത്. നല്ല മിടുക്കിയൊരു എന്നാ നമുക്ക് ഓരോ മനുഷ്യരുടെ ഇടപെടിയിൽ കാണുമ്പോൾ അറിയാലോ. ഒരു പരിചയമില്ലല്ലോ ഇപ്പം നമ്മളൊക്കെ. പക്ഷെ കണ്ടതേ തന്നെ സംസാരിക്കുകയും നല്ല ഇടപെടിയിൽ നല്ലൊരു ഇഷ്ടം തോന്നി കേട്ടോ. എന്തായാലും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറയാം എന്നെ കൂടെ അങ്ങനെ. എന്തായാലും നല്ല ഇതായിരുന്നു. അതിനെക്കാട്ടിയൊക്കെ ഉപരി പഴയ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അവരും എസ്റ്റേറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ. സുരേന്ദ്രനൊക്കെ ചേട്ടായൊക്കെ അടിച്ച് കളിച്ച് വളർന്ന പിള്ളേരാ. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അങ്ങനെ താമസിച്ച് വളർന്ന പിള്ളേരാ മീനാ ചേച്ചി സുരേന്ദ്രനൊക്കെ. മീനാ ചേച്ചിയും ചേട്ടനോടെ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ് കേട്ടോ. അതോടൊക്കെ അത് പോലും ഇപ്പം ഇഷ്ടപ്പെട്ടാണ് കെട്ടിയത്. അച്ഛനും അമ്മയും സർവ്വ എന്നാ പറയുന്ന അനുഗ്രഹങ്ങളും കൊടുത്ത നല്ല രീതിയിൽ. കാരണം അവനിപ്പം 10-30 വയസ്സുണ്ടോ എന്ന് എനിക്കറിയാം. 29 വയസ്സ് എന്തായാലും ഉണ്ട്. അവന്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ ജോലി മേടിച്ച് ഇന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടാണ് കല്യാണം. പക്ഷെ അവന് ഇഷ്ടമായിട്ട് 6-7 വർഷം കണ്ടായതാണ് ആ മോളുമായിട്ട് സ്നേഹബന്ധത്തിലായിട്ട്. പക്ഷെ എല്ലാം വീട്ടുകാരുടെ മോടെ വീട്ടുകാരുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ഈ കാര്യങ്ങൾ നടത്തി കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി അതൊക്കെ കണ്ടപ്പോഴേ. ഇത്തിരി രണ്ടുപേരും എഞ്ചിനീയറാണ്, ബാംഗ്ലൂരാണ് കേട്ടോ. മോനിവിടെ എറണാകുളത്തായിരുന്നു. ഇനിയിപ്പോൾ അവന് എറണാകുളത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ അവനും ബാംഗ്ലൂർക്ക് പോയോന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ രണ്ടുപേരോട് ഒരിടത്ത് സെറ്റാകും. എന്നാലും മീനാ ചേച്ചിക്ക് സുരേന്ദ്രനും എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. കല്യാണം കഴിഞ്ഞല്ലോ, എന്നിട്ടൊരു ഫംഗ്ഷൻ വെച്ച. സത്യം പറഞ്ഞാൽ മീനാ ചേച്ചിയുടെയും സുരേന്ദ്രൻ്റെയും കാര്യം എടുത്ത് പറയാനാണെങ്കിലുണ്ടല്ലോ, എല്ലാവരുടെയും വീട്ടിലെ എല്ലാ പരിപാടിക്കും പോവും. അത് ഭാര്യയും ഭർത്താവും പോവും. കൊച്ചുള്ളപ്പോൾ കൊച്ചു പോകും. കൊച്ചു പിന്നെ പഠിക്കാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൂടെയാണല്ലോ പോകും. അവർ തലേദിവസം പോകേണ്ടതാണെങ്കിൽ തലേദിവസമേ പോയി അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ ആലോചിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസ്റ്റേറ്റ് വീട്ടിൽ താമസിച്ചപ്പോൾ 2 കല്യാണം വെച്ചു. ഒന്ന് ചേട്ടയുടെ പെങ്ങടെ മോൻ്റേത്, ഒന്ന് അമ്പിളിയുടേത്. ആ 2 കല്യാണത്തിനും അവരെ പറ്റുന്ന സഹായങ്ങൾ ശാരീരികമായിട്ടാണേലും വന്ന്. അമ്പിളിയുടെ കല്യാണമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ചേട്ടനായിട്ട് വരും. ചേട്ടനെ നിർത്തി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊടുത്താൽ ചേട്ടൻ എല്ലാം സെറ്റാക്കിക്കോളും. ബീനാ ചേച്ചി സുരേന്ദ്രനും ഒക്കെ ഉണ്ടോ തലേദിവസേ രാത്രി വന്ന് എല്ലാം അരിയാനും പറക്കാനും ഒക്കെ കൂടിയേ. ഇന്ന് മഴ പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര നല്ല വെയിലും വെട്ടവും തെളിച്ചോ കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇതുകൊണ്ടോ നല്ല വെയിലും വെട്ടവും വിളിച്ചു. അതാ ഞാൻ പറയുന്ന ഐശ്വര്യം എന്ന് പറയുന്നതേ അല്ലേ. എന്നാ പറഞ്ഞാലും അവൻ്റെ ആ മനസ്സ് കൊടുക്കല്ല, മീനാ ചേച്ചിയുടെയൊക്കെ മനസ്സ് കൊടുക്കുക തന്നെയായി കേട്ടോ. നല്ല വെട്ടവും വിളിച്ചു. അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് തലേദിവസമേ എല്ലാം ചെയ്തു തന്നതാണ്. ഇന്ന് ചേട്ടാക്കി കടയിൽ നിന്ന് മാറാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പോയേ പറ്റത്തുള്ളൂ, 2 പേരും പോകേണ്ടതാണ്, നീ എന്തായാലും പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. മഴയത്ത് എനിക്ക് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര മടിയാണേ. എന്നിട്ട് പക്ഷെ നമുക്ക് നമ്മുടെ എന്നാ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണേലും നമുക്ക് വന്ന് നമുക്ക് ചെയ്തു തന്നപ്പോൾ നമ്മളും പോണ്ടേ. ഇതിപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാനൊന്നുമില്ല. ഇപ്പം എല്ലാം ഫുഡ് ഓർഡർ ചെയ്യുക, എല്ലാം മുറ്റത്ത് വണ്ടിക്ക് കൊണ്ടുവരും. പിന്നെ നമ്മളൊന്ന് പോയി കഴിച്ച് സഹായിച്ചാൽ പോരെ അല്ലേ. അത് തന്നെയല്ല അവർ ഒരു പരിധി വരെ എല്ലാ വീടുകളിലും പോയി പൈസ ആണേലും. ഇപ്പോൾ കല്യാണമൊക്കെ പെൺപിള്ളേരെ കെട്ടിക്കുന്നതിന് ആൺപിള്ളേരെ കെട്ടിക്കും. പ്രത്യേകിച്ച് നമ്മുടെ എസ്റ്റേറ്റ് മേലെയൊക്കെ പിന്നെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും എല്ലാം ഇങ്ങനെ പൈസ മേടിക്കും പ്രസന്റേഷൻ പോണക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ ഇവരിപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ പൈസയൊന്നും മേടിച്ചും പിറക്കിയൊന്നും ഇല്ല. അവരായിട്ട് മകന് വേണ്ട സാധനങ്ങളോ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പനും അമ്മയും കൂടെ. അതുകൊണ്ട് തന്നെ അവനും
അവന് വേണ്ടിയ കാര്യങ്ങൾ, വിദ്യാഭ്യാസം നല്ല ലെവലിലെത്തി, ജോലിയും മേടിച്ചു, അവന് ഇഷ്ടമായ പെൺകുഞ്ഞിനെയും കിട്ടി. എനിക്ക് ഒത്തിരി സന്തോഷമായി, മനസ്സ് നിറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. അതിനാൽ രണ്ടുപേരോട് ചിരിച്ചു വന്നതെന്ന് വർത്താനോ നല്ല സ്നേഹത്തോടെ ഇച്ചിരി സമയം വെച്ചുകൊണ്ടെങ്കിലും ചെല്ലുന്ന എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ മിണ്ടി ഇടപെട്ട് അതൊക്കെയല്ലേ ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം കേട്ടോ. എനിക്ക് ഒത്തിരി നാളും കൂടി മനസ്സൊന്നും നിറഞ്ഞു. അച്ചുക്കുട്ടാന്നാണ് ഞങ്ങൾ അവനെ വിളിച്ചിരുന്നത്. അച്ചുക്കുട്ടനെയും മോളെ കണ്ടപ്പോഴും ഒരു മനസ്സ് നിറഞ്ഞു കേട്ടോ. ഒത്തിരി സന്തോഷമായി. നല്ലതായിട്ട് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. ദൈവമേ സർവേശ്വരന് എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനെക്കാട്ടും ഉപരി ഒരു സന്തോഷ വാർത്ത എന്നാണെന്നറിയാം, ഈ ശരിക്കും മനസ്സ് നിറഞ്ഞ കാഴ്ച തന്നെ, ഭയങ്കരമായിട്ട് ഉള്ളിൽ ഫീൽ ചെയ്തത്. ഇന്ന് ഞാനും ഇവിടുന്ന് പോകാൻ സമയത്ത് ഇന്ദിരാമേനെ കൂട്ടുകിട്ടി. ഇന്ദിരാമേൻ ഞാനിവിടെയാണ് നടന്നു പോയത്. അപ്പം നമ്മൾ നടന്ന് സോണിച്ചേൻ്റെയൊക്കെ അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്കും ഇന്ദിരാമ എൻ്റെ തലയിലും പറിച്ച് പൂവൊക്കെ വെച്ചായിരുന്നു സോണിച്ചേൻ്റെ അവിടുന്ന്. ചെത്തിപ്പൂ നമുക്ക് പൂവൊക്കെ കുത്തിക്കൊണ്ട് പോകാടി കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിരിപ്പുണ്ട്. ഇതുണ്ടോ, ഇനിയും ഉണ്ടായിരുന്നു, ചാടിപ്പോയതാ. അപ്പോൾ ഇന്ദിരാമയും പറിച്ച് വെച്ച്, സോണിച്ചേൻ്റെ അവിടുന്ന് പറിച്ച് കുത്തി വെച്ചാ കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ലാലി ടീച്ചർ എന്നാണ് ഉപ്പുതറയിൽ ടീച്ചറിൻ്റെ പേര്. ടീച്ചർ +2 ടീച്ചറായിട്ടാണ് വന്നത്. സാറും തോമസ് സാറും ലാലി ടീച്ചറും കേട്ടോ. അവർക്ക് 2 മക്കളാ, ജോസും ജോസ്മിയെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഞാൻ പോവായിരുന്നു. ചെറുപ്പത്തിൽ നമ്മുടെ കഷ്ടകാല സമയത്ത് നമുക്ക് മക്കളെ വളർത്തേണ്ട ഈ സമയത്ത് വേറെ അധികം പണികളൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ഇന്ന് ഒത്തിരി കാലം കൂടി കണ്ട് ടീച്ചറിനെ. ടീച്ചർ റിട്ടയർഡായി. ഇപ്പം മേരികുളത്ത് പിന്നെ PSCയുടെ ഒരു കോച്ചിങ് സെൻറ്റർ സ്വന്തമായിട്ട് തുടങ്ങിയേക്കാണ് കേട്ടോ. അത്രയും എന്തൊക്കെയോ അവാർഡൊക്കെ കിട്ടിയായിരുന്നു ടീച്ചറിന്. വേറെ സ്കൂളിൽ അത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കിട്ടോ. സന്ദീപിന് ഈ അച്ചുക്കുട്ടൻ ഇപ്പം കല്യാണം കഴിച്ചില്ലേ, എൻ്റെ മകനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ട മാത്രക്കും ചോദിച്ചു, സിന്ധു എത്ര കാലമായി കണ്ടിട്ട്, എന്നോണ്ട് വിശേഷം. സിന്ധു ഇവിടെ ഇല്ലെന്ന് ഓർത്ത്, ഗൾഫിലെങ്ങാണ്ടെന്ന് ഓർത്ത്, ഒത്തിരി കാലമായാലും കണ്ടിട്ട് എന്നോണ്ട് വിശേഷം. മക്കൾ എന്തിയാ, അവർ രണ്ടുപേരും എന്തിയാ, അപ്പു അമ്മു എന്തിയാന്നാ ചോദിച്ചു. എടുക്കും വായില്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് ശരിക്കും സങ്കടവും വന്നു, സന്തോഷം വന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ കൊണ്ടുചെല്ലാൻ പറയും. എന്നിട്ട് ജോസിൻ്റെയും ജോസ്മീനെയും കൂടെ കളിക്കും. ജോസും ജോസ്മിയും ഒരാളും പോയില്ല. ഇവർ അവിടുത്തെ ഭരണം വന്നേരം സത്യം പറഞ്ഞാലേ അത് എന്തിയാ അപ്പു അമ്മു എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ ടീച്ചറെ, മോൻ ഇന്ന ഉണക്ക് ഇന്ന സ്ഥലത്താണ്, മോൾ ഇന്ന ഉണക്ക് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അയ്യോ കല്യാണം കഴിഞ്ഞോ, എൻ്റെ ദൈവമേ, കുഞ്ഞു പിള്ളേരായിരുന്നപ്പോൾ ആ ഓർമ്മയാ സിന്ധു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ജോസും ജോസ്മി എന്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജോസ് മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. ജോസ് കല്യാണം കഴിച്ചു. പിന്നെ ജോസിൻ്റെ ഭാര്യ പുഷ്പഗിരിയിലാണെന്ന് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ശരിക്കും സന്തോഷം കൊണ്ടും കണ്ടു നിറഞ്ഞു ദൈവമേ. പിന്നെ ജോസ്മി SI ആകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലാസ്റ്റത്തെ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്നാ പറയുന്നത്, പ്രാക്ടീസോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് SI സെലക്ഷൻ കിട്ടിയിട്ട് എന്തുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നി. ജോസ്മിയോടല്ലോ ഒരു പഞ്ചമാവാണ്. അങ്ങനെ അധികം അലമ്പോ വഴക്കോ ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ അതേപടി അനുസരിക്കും. കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഒന്നും വീഴിക്കാതെ കഴിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേശ വെച്ച് കൊടുത്ത കുഞ്ഞായിരുന്നപ്പോഴല്ലേ ഞാൻ നോക്കിയത്. 2ലും 3ലും 4 ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ നോക്കിയത്. അന്നേരം ഇപ്പൊ എനിക്ക് കേട്ടപ്പോഴത്തേക്കേ ദൈവമേ SI ആയതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ജോസിൻ്റെ കാര്യം കേട്ടപ്പോഴും സന്തോഷം തോന്നി. ജോസിൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും മക്കളൊന്നും ഇല്ലെന്ന് തോന്നേ. അപ്പോഴത്തേനും എൻ്റെ മക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മോനിങ്ങനെ 2 കുഞ്ഞുങ്ങൾ, മോക്ക് ഒരു മോള് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അയ്യോ സാറേ അത്ര കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ജോസിനെക്കാട്ടി ഇളയതായിരുന്നല്ലോ അവരുടെ. ഞാൻ പറഞ്ഞ കല്യാണം നേരത്തെ കഴിഞ്ഞു, 2 പൊന്നു മക്കളുണ്ട്, സ്കൂൾ നഴ്സറി പോകുന്നുണ്ട് എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ ഈ ഒത്തിരി നാൾ കൂടി ഇങ്ങനെ കണ്ട നമ്മുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴേ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി പോയി. പക്ഷെ ഒരു ഫോട്ടോയോ വീഡിയോ എന്തേലും എടുക്കാറുണ്ടേ. പക്ഷെ അന്നത്തിന് ഞങ്ങൾ അവിടെ കാറ് ഇടാനും ഇടയില്ല. അവിടെ ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര മഴയും കാര്യങ്ങളായി പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ മനസ്സ് നിറഞ്ഞു ഇന്ന് ലാൽ ടീച്ചറിനെയും തോമസ് സാറിനെയും അവരുടെ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരെ കണ്ടോ. അതിനെക്കൂട്ടി ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, ടീച്ചർ ഫുഡ് കഴിക്കാനായിട്ട് ബൊഫേ ആയിരുന്നേ. ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ചോറുണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ 2 ചെറിയ അപ്പോൾ ഇച്ചിരി ചോറും കഴിച്ചത്. അപ്പോൾ എനിക്കൊരു ഇച്ചിരി ചോറ് മതി കൊണ്ട് ഒരു കൊച്ചാണെങ്കിൽ കുറേ ചോറൊക്കെ തന്നു. ഉള്ള കറി മൊത്തം കൂടി തന്നിട്ട് എന്തൊക്കെ കറിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര തിരക്കായിരുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാണ്ടിരുന്നത്. അപ്പം
നല്ല അടിപൊളി ഫുഡും നല്ല എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ 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 സംഭവമായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേ ഞാനും ഇന്ദിരാമയും ലാൽ ടീച്ചറും കൂടെ ഒരുമിച്ചാണ് പോയത്. എന്നിട്ട് ഞാനും ഇന്ദിരാമയും കൂടെ അടുത്തിരുന്ന് കഴിക്കുവാണേ. ഞാൻ നോക്കിയപ്പോൾ ലാൽ ടീച്ചർ പ്ലേറ്റിൽ മേടിച്ചോണ്ട് പോയിട്ട് അപ്പവും കറിയും 2 മക്കൾക്കും കൊടുക്കുന്നു. അതാണ് ഒരു ടീച്ചർ, അമ്മ, അധ്യാപിക. ഒന്ന് ഓർത്ത് നോക്കി. നീ ശരിക്കും മനസ്സ് നിറയുവാണോ കണ്ണ് നിറയുവാണോ? എനിക്ക് എന്നിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. അല്ലേ ഞാൻ അത് വീഡിയോ എടുത്തേനെയായിരുന്നു. കാരണം എൻ്റെ കൈ കൊണ്ട് പിന്നെ ഇതൊന്ന് ഫോണൊന്നും ഓണാക്കാനും റെഡിയാക്കാനും ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി. അയ്യോ എനിക്ക് ശരിക്കും കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു കേട്ടോ. ടീച്ചറിൻ്റെ അധ്യാപകരുടെ കയ്യിൽ നിന്നേ ഇങ്ങനെയുള്ള ഒരു കല്യാണ സമയത്തൊക്കെ അധ്യാപകന്മാരുടെ ഒരു അനുഗ്രഹവും അവരുടെ കയ്യിൽ നിന്ന് അവർ കിട്ടുന്നത്. സന്ദീപ നീ ഭാഗ്യവാനാടാ മോനെ, നീ ഭാഗ്യവാനാ കേട്ടോ. സത്യമായിട്ടോ ചേർത്ത് പിടിക്കുന്നു, എന്നിട്ട് ഫുഡ് വെച്ചു കൊടുക്കുന്നു ടീച്ചർ 2 പേർക്കും. 2 മക്കളും ഉണ്ടല്ലോ ഈ ഓരോ 2 വയസ്സും 3 വയസ്സുള്ള കുഞ്ഞു മക്കളെ പോലൊക്കെ മേടിച്ച് തിന്നുന്ന അതൊരു നല്ല സന്തോഷകരമായ ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് കഴിച്ചപ്പോഴത്തേനും ബീനാ ചേച്ചി മോൻ്റെ അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നു. ഇവിടെ വരുന്നതാണ് എപ്പോഴും ബീനാ ചേച്ചി ഇവിടെ വരുന്നത്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. LIC ഒക്കെ ബീനാ ചേച്ചിയുടെ കൂട്ടത്തിലുണ്ട്. അപ്പം പോസ്റ്റ് ഓഫീസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു പ്രാവശ്യം അഥവാ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും മീനാ ചേച്ചി അത് അഡ്ജസ്റ്റ് ചെയ്ത് അടച്ച് പിറ്റേ മാസം പറയും മോനെ നിൻ്റെ ഞാൻ അടച്ചായിരുന്നു കേട്ടോ, അതിങ്ങ് തന്നാൽ മതി കേട്ടോ എന്ന് പറയാം. അങ്ങനെ നമ്മളെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ചേർത്ത് പിടിക്കുന്നതാണ് കേട്ടോ. മീനാ ചേച്ചി ആണല്ലോ സുരേന്ദ്രനാണല്ലോ നല്ല നല്ല മനുഷ്യരാണ്. അപ്പോൾ മീനാ ചേച്ചി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അടുത്തോട്ട് വന്നേ. അപ്പം ഞാൻ പറഞ്ഞു നോക്കിക്കേ ടീച്ചർ കഴിക്കുമല്ല മക്കൾക്കും ആരി കൊടുക്കും. അന്നേരം പറയാം സിന്ധു ഭയങ്കര കാര്യമാണ് ടീച്ചറിന്. ഇവന് എല്ലാത്തിനും ഫുൾ മാർക്കൊക്കെ ആയിരുന്നേ. ടീച്ചറിൻ്റെ പിന്നെ പെറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നെന്ന്, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ടീച്ചർ അങ്ങനെയായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെയും കുറേ നോക്കി തന്നതാ. ഞാൻ ചെയ്യുന്ന പണിയെക്കാട്ടി കൂടുതൽ ടീച്ചർ ശമ്പളമൊക്കെ ആണെങ്കിലും എനിക്ക് കൂടുതലൊക്കെ തരുമായിരുന്നു. സിന്ധുവിൻ്റെ ഒക്കെ അവിടെ ആയിരുന്നല്ലോ അല്ലേ ടീച്ചർ താമസിക്കുന്നത്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു കൊച്ചേ. പാവൻ ടീച്ചർ ആടിയെന്ന്. അയ്യോ അതെനിക്കൊരു ഒത്തിരി സന്തോഷമുള്ളൊരു കാഴ്ചയായിപ്പോയി കേട്ടോ. ടീച്ചർ ഫുഡ് വാരി കൊടുക്കുന്നത് കണ്ടപ്പം എന്താ ദൈവമേ. 2 പേരും കുഞ്ഞി പിള്ളേരെ കൊടുക്കും മേടിച്ച് 2 പേരും നിന്ന് തിന്നുവാ. അങ്ങനെ അപ്പം എന്തായാലും നല്ല രീതിയിൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് നല്ല മക്കളെയും ഒക്കെ കൊടുത്ത് അവരാഗ്രഹിക്കുന്ന പോണക്ക് ഹാപ്പി ആയിട്ട് 2 വീട്ടുകാർക്കും എന്നാ പറയുന്നത് സന്തോഷപ്രദമായിട്ടുള്ള മക്കളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എനിക്കുണ്ടല്ലോ ഇങ്ങനെ മനസ്സിൽ നമുക്കൊരു ഉള്ളിനുള്ളിലൊരു ആഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നമ്മുടെ മക്കളുടെ കല്യാണം ഇങ്ങനെ നടത്തണം അങ്ങനെ നടത്തണം എന്നൊക്കെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതൊന്നും പറ്റിയില്ല. പോട്ടെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ തലവരെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് എന്നാ നടത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷവും കൊണ്ടുള്ള ഇതാണോ എന്നാ നടത്തില്ല. ചിലപ്പോൾ കണ്ടു തന്നെ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് നോക്കുവാ ഇൻസ്റ്റഗ്രാം എല്ലാവരും പരിചയക്കാരായിരുന്നു, മൊത്തം ആൾക്കാരും പരിചയക്കാരെ. അപ്പൊ എല്ലാവരും നോക്കും. എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ കണ്ണു തറയുന്ന കാണുന്നുണ്ടോ എന്ന് ഞാൻ പെട്ടെന്ന് നോക്കുമായിരുന്നു മൊത്തത്തിന്. ചേട്ടായി എന്തിയെന്ന് എല്ലാവരും ചോദിച്ചു. മീനാ ചേച്ചിയാണെങ്കിലും സുരേന്ദ്രനാണെങ്കിലും ചെന്ന് കണ്ട മനുഷ്യർ മൊത്തം ചോദിച്ചു ചേട്ടായി എന്തിയെന്ന്. ഇവരൊക്കെ ഒരു കൂട്ടായിട്ട് വളർന്നവരാ. മീനാ ചേച്ചിയാണെങ്കിലും സുരേന്ദ്രനാണെങ്കിലും ഒക്കെ. മീനാ ചേച്ചിയുടെയും ചേട്ടൻ്റെയും നാട് ഉപ്പുകറ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ ജീവിച്ചവരാ. ഇനി ചേട്ടായി എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു പണക്കം ആവും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടായി എന്നില്ല. പക്ഷേ ഇന്ന് സജീനെ കൊണ്ട് തൊടുപുഴ ആശുപത്രിയിൽ പോകുമായിരുന്നേ. കണ്ണൻ്റെ ചേട്ടനെ സജിക്ക് വയറിനകത്ത് എന്ത് ചെറിയൊരു വേദന വന്നിട്ട് അത് കാണിക്കാണ്ട് തൊടുപുഴ ഏതോ ഒരാശുപത്രിയിൽ പോവാം. അതുകൊണ്ട് ചേട്ടായിക്ക് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചേട്ടായി പോകാതിരുന്നത്. അല്ല ചേട്ടായി വന്നേനെയായിരുന്നു. അങ്ങനെ അപ്പം എന്തായാലും നല്ലൊരു കല്യാണമൊക്കെ കൂടി സന്തോഷമായി. പഴയ നമ്മുടെ എസ്റ്റേറ്റുവിൻ്റെ അവിടുത്തെ ഉള്ളവരെ എല്ലാവരെയും കണ്ടു. ആറ്റിയാലും ഉപ്പുകറ മൊത്തമുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ടൊന്ന് മിണ്ടി കുറേ കാലം കൂടി ഇങ്ങനെ നമുക്ക് എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഒരു വിവാഹവും ഒക്കെ. സന്തോഷിക്കാൻ പറ്റുന്ന വിവാഹത്തിനും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളല്ലേ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാവരെയും ഒന്ന് കാണുന്നതും ഒരു മരണത്തിൻ്റെ സമയത്തേക്ക് മരണ വീട്ടിലൊക്കെ ആയിരിക്കും. അന്നേരം നമുക്ക് ഇത്ര മനസ്സ് തുറന്ന് സന്തോഷിക്കാനും എല്ലാവരോടും ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഇന്ന് നന്നായിട്ട് അർവാദിച്ചത് വേണം പറയാൻ. അത്രയും എൻജോയ് ചെയ്തു, സന്തോഷമായിട്ട് കേട്ടോ. അതിനൊരു സാഹചര്യം ഒരുക്കി തന്നത് മീനാ ചേച്ചി സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ പൊന്നു മക്കളുമാണ് കേട്ടോ. ഒത്തിരി നല്ല സന്തോഷമായി. അപ്പോൾ എനിക്ക് സന്തോഷമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷമാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെല്ലോട്ടൂടെ തിരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും